കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി 20 പെരുന്നാൾ വിജയകരമാക്കാൻ വിവിധ സർക്കാർ വകുപ്പുകൾ കൈകോർക്കും. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിൽ 339ാമത് കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിജയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ 10 വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റിക്ക് രൂപം നൽകി. സെപ്റ്റംബർ 25-ന് കോതമംഗലം പെരുന്നാളിന് കൊടികയറും. മഹാപരിശുദ്ധനായ എൽദോ മാർ ബസോലിയോസ് ബാവയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമ ചെറിയ പള്ളിയിൽ 339ാമത് കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിജയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ 10 വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റിക്ക് രൂപം നൽകി. കന്നി 20 പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളായ ഒക്ടോബർ 2-3 തീയതികളിൽ സംസ്ഥാന സർക്കാർ കോതമംഗലം പട്ടണത്തെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗത കുരുക്കുകൾ പരിഹരിക്കൽ, നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ തടസ്സങ്ങൾ നീക്കുവാനും ക്രമീകരണങ്ങൾ, വൈദ്യുതി വിതരണ ക്രമീകരണങ്ങൾ എന്നിങ്ങനെയുള്ള അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പ്, KSCB വാട്ടർ അതോറിറ്റി, പോലീസ്, കോതമംഗലം നഗരസഭ, വിവിധ പഞ്ചായത്ത് സെക്രട്ടറിമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഫയർഫോഴ്സ്, റവന്യൂ, ആരോഗ്യവകുപ്പ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, ഗതാഗത വകുപ്പ് എന്നീ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് കോതമംഗലം നിയോജകമണ്ഡലം MLA ആന്റണി ജോൺ ചെയർമാനായും കോതമംഗലം തഹസീൽദാർ അനിൽകുമാർ ജനറൽ കൺവീനറായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കൺവീനർമാരായും കമ്മിറ്റികൾ രൂപീകരിച്ചു. കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം സെപ്റ്റംബർ 25 മുതൽ ആരംഭിക്കുവാനും തീരുമാനിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആവശ്യത്തിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കുവാനും തീരുമാനിച്ചു. സെപ്റ്റംബർ 25-ന് കോതമംഗലം പെരുന്നാളിന് കൊടികയറും. ഒക്ടോബർ 4 വരെ കോതമംഗലം തീർത്ഥാടനവും പരിശുദ്ധ ബാവയുടെ 339ാം ഓർമ്മ പെരുന്നാളും വിപുലമായി ആഘോഷിക്കുന്നു. യോഗത്തിൽ ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. 10,000-കണക്കിന് തീർത്ഥാടകർ കോതമംഗലത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കടന്നു വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഖബർ വണങ്ങി നമ്മുടെ ഇവിടെ വന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം അത് ഇതിൻ്റെ തുടർച്ചയിൽ ചർച്ചയുടെ ഭാഗമായി നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്നതും അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചർച്ച നമുക്ക് നടത്തി മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം അതിനോട് സൂചിപ്പിച്ചു. ഇത്രയേറെ തീർത്ഥാടകർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ മാലിന്യ പ്രശ്നം നമ്മൾ നേരത്തെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലാണ് നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പരമാവധി ഇത് പാലിച്ചുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ കൊണ്ടാടിയിട്ടുള്ളത്. മാർത്തോമ ചെറിയ പള്ളി വികാരി സ്വാഗതം ആശംസിച്ച് പെരുന്നാൾ ക്രമീകരണങ്ങൾ വിശദീകരിച്ചു. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി, കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, കൌൺസിലർമാരായ KA നൌഷാദ്, KV തോമസ്, ഷിബു കുര്യാക്കോസ്, റിൻസ് വർഗീസ്, മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റിമാരായ ബേബി തോമസ് ആഞ്ഞിലിവേലിൽ, സലീം ചെറിയൻ മാലിയിൽ, ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ, ബേബി പാറേക്കര, എബി വർഗീസ് ചേലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.